തരില്ല, ഇപ്പൊ ഈ കാണുന്നതിനെ കഴിച്ചോണ്ടിരിക്കുക, എന്നിട്ട് പറയണൊന്നും കൊടുക്കത്തില്ല. ഫെയർവെല്ലിന്റെ കേക്ക് ഓർഡർ നമുക്കാണ് കിട്ടിയേക്കുന്നത്. നമ്മുടെ വാൻ ഹുട്ടനാണ് കമ്പനി. ഈ കളയുവാണ്, സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട് എനിക്ക് കാണാത്ത. 110 രൂപ കൊടുത്ത് എനിക്ക് ഇത് മേടിക്കേണ്ടി വന്നു. നമുക്ക് കോഫി വേണം. അപ്പൊ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് നിങ്ങളടുത്ത് കുറച്ച് സംസാരിക്കാനായിട്ട് വന്നേക്കുവാണ്. ഇന്ന് കുക്കിംഗ് വീഡിയോസ് ഒന്നുമില്ല. ഞാൻ 2 ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു, കുറച്ച് തിരക്കിലായിരുന്നു, അതുകൊണ്ട് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ ദിവസം ശേഷം ഇന്നൊന്ന് റിലാക്സ് ആയിരിക്കുകയാണ് ഞങ്ങൾ 3, പ്രത്യേകിച്ച് അവൻ. അനുവിന് SLC എക്സാമൊക്കെ ആയിരുന്നു. അപ്പം 1 വർഷം കൊണ്ട് അവൻ അതിൻ്റെ പിറകെ, അതായത് ഒരു റെസ്റ്റോ കാര്യമോ ഒന്നുമില്ലാതെ കളിക്കാനോ ഒന്നും പോകത്തില്ല. ഫുൾ ടൈം രാവിലെ സ്കൂളിൽ പോകും, അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ ട്യൂഷന് പോകും, പിന്നെ രാത്രി വന്നിരുന്ന് പഠിക്കും, വീണ്ടും രാവിലെ എണീറ്റ് പഠിക്കും, വീണ്ടും സ്കൂളിൽ പോകും. ഇതായിരുന്നു അവൻ്റെ 1 വർഷത്തെ റൊട്ടീൻ. കഴിക്കാൻ വിടത്തില്ല, കഴിക്കാനൊക്കെ കൊടുക്കും, ഇഷ്ടം. അവർ പഠിക്കാൻ പറയുമ്പോൾ അവൻ ആദ്യം വിശപ്പാണ് വരുന്നത്. അതെങ്ങനെ വരുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഒന്നും തരില്ല, എന്താ ഇപ്പൊ ഈ കാണുന്നതിനെ കഴിച്ചോണ്ടിരിക്കുക, എന്നിട്ട് പറയണൊന്നും കൊടുക്കത്തില്ല. അപ്പോൾ എക്സാം എല്ലാം കഴിഞ്ഞ് ഇന്നവൻ റിലാക്സായി. നമുക്കും അത്യാവശ്യം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവൻ്റെ എക്സാമും എങ്ങനെ ആയിരിക്കും എന്നൊക്കെ. അവൻ ഓരോ എക്സാം കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു, എളുപ്പമുണ്ടായിരുന്നു, എല്ലാം എഴുതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഏത് SS ഒഴിച്ച് SS ഇച്ചിരി പാടായിരുന്നു എന്നാണ് അവൻ പറഞ്ഞത്. എന്നാലും എഴുതിയിട്ടുണ്ട്, ബാക്കിയൊക്കെ കുഴപ്പമില്ലാതെ എഴുതിയിട്ടുണ്ടെന്നാണ് അവൻ പറയുന്നത്. ഇനി റിസൾട്ട് വരുമ്പോൾ നമുക്ക് കാണാം എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ. അതുവരെ റിസൾട്ട് വരുന്നവരെ ഒരു ടെൻഷൻ ഉണ്ട്. ഇപ്പം ഒരുവിധം ഒന്ന് എൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞ് ഒന്ന് മൈൻഡ് റിലാക്സായി. ഇനി റിസൾട്ട് വരുന്നതിൻ്റെ ടെൻഷനാണ് ഇനി അങ്ങോട്ട്. അപ്പം ഇനി ഒരു 2 മാസം ഫ്രീ ആണ്, ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുവാണ്. വേറെ പഠിത്തമോ കാര്യങ്ങളിലൊക്കെ ഒന്ന് മാറി 1 വർഷം കിടന്ന് കഷ്ടപ്പെട്ടതല്ലേ, അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് റിലാക്സ് ആവട്ടെ എന്ന് കരുതി. എനിക്കും നാളെ തൊട്ട് 5 ദിവസത്തേക്ക് റംസാൻ്റെ ലീവാണേ. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പുറത്തോട്ട് പോകണം എന്നൊരു പ്ലാൻ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുമ്പോൾ അറിയാം, ഞാൻ നേരത്തെ കേക്ക്, ഞാൻ ഹോം ബേക്കറാണ്. അതായത് ഫുൾ ടൈം അതിലല്ല, ജോലിക്ക് പോകുന്നതിൻ്റെ സൈഡായിട്ട് ഞാൻ കൊണ്ടുപോകുന്ന ഒരു ഇതാണ്. അത് ഞാൻ കൂടുതൽ എനിക്ക് ലീവൊക്കെ കിട്ടുന്ന സമയത്ത് കിട്ടുന്ന ഓർഡറാണ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇടയ്ക്ക് വെച്ച് അതൊക്കെ നിർത്തി വെച്ചിരുന്നു, കാരണം ടൈമിൻ്റെയും പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഞാൻ ഒരു 1.5-2 വർഷമായിട്ട് കേക്ക് ചെയ്യുന്നില്ല. ഇടയ്ക്ക് അത്യാവശ്യം ഒന്ന് കഴിഞ്ഞപ്പോൾ 2 പേർക്ക് ഞാൻ ചെയ്തു കൊടുത്തു. ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് മൊത്തത്തിൽ ചെയ്യുന്നില്ല ഞാൻ. അപ്പോൾ നമ്മൾ കേക്ക് ബേക്കിംഗ് റീസ്റ്റാർട്ട് ചെയ്യണം എന്നൊരു പ്ലാനുമായിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ ശരിക്കും ഞാൻ അതിന് പ്രിപ്പയർഡ് അല്ല, കാരണം ഇപ്പോഴും കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെ മോൻ്റെ ട്യൂഷൻസ് ഉണ്ടല്ലോ, 2 ദിവസം കൂടെ കഴിഞ്ഞാൽ അവൾക്ക് ഫെയർവെൽ ഉണ്ട്. അപ്പോൾ അവനിങ്ങനെ കുറേ വട്ടം പറഞ്ഞു അമ്മ ചെയ്താൽ മതി കേക്ക്. ഇവർ ക്രിസ്മസിന് എൻ്റെ അടുത്ത് കേക്ക് ചോദിച്ചു കേട്ടോ. അപ്പം ഞാൻ ഓരോന്നും പറഞ്ഞിങ്ങനെ ഒഴിഞ്ഞു മാറി, കാരണം ടൈമില്ലാത്തതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ ഈ 2-3 വട്ടം അവൻ പറഞ്ഞു അമ്മ ചെയ്തു തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഫെയർവെല്ലിൻ്റെ കേക്ക് ഓർഡർ നമുക്കാണ് കിട്ടിയേക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ മെറ്റീരിയൽസ്, കേക്കിൻ്റെ മെറ്റീരിയൽസ് സംഭവങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ മെറ്റീരിയൽസ് മീൻസ് ബീറ്റർ, അങ്ങനത്തെ കുറേ ടേൺ ടേബിൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, ബേസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും എൻ്റെ കയ്യിലില്ല, കാരണം ഏറെക്കുറെയൊക്കെ എക്സ്പയർ ആയിട്ട് ഞാൻ കുറേ സാധനം എടുത്ത് കളഞ്ഞു കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റുള്ള സാധനങ്ങളായിരുന്നു അതെല്ലാം. അതൊക്കെ ഞാൻ എക്സ്പയർ ആയപ്പോൾ എടുത്ത് കളഞ്ഞു, കാരണം നമ്മൾ ഓർഡർ ചെയ്യുന്നില്ലല്ലോ കേക്കൊന്നും. അപ്പോൾ അതിൽ കുറച്ച് സാധനങ്ങൾ എൻ്റെ കയ്യിൽ വീണ്ടും ഡേറ്റ് ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ വച്ചിരുന്നതിൽ എനിക്ക് ഡ്രീം കേക്ക് ട്രെൻഡിങ് നിന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് ഡ്രീം കേക്ക് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ബൾക്കായിട്ട് ഡ്രീം കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ ചോക്ലേറ്റൊക്കെ ഇവർ കഴിച്ച് തീർത്തു. കൊക്കോ പൗഡർ അത്യാവശ്യം നല്ല രീതിയിൽ ബാലൻസ് ഉണ്ടായിരുന്നു, അതും അത്യാവശ്യം റേറ്റുള്ള സാധനമാണ്. അപ്പം ഞാൻ ഇപ്പോൾ കേക്ക് ഓർഡർ കിട്ടിയപ്പോഴാണ് ഞാൻ ജസ്റ്റ് കൊക്കോ പൗഡർ എടുത്ത് ഞാൻ എക്സ്പയറി ഡേറ്റ് നോക്കിയപ്പോൾ
അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വാൻ ഹുട്ടനാണ് കമ്പനി. ഈ കൊക്കോ പൗഡറാണ്. ഇത് എത്ര കിലോയുടെ? ഇത് എത്ര കിലോ? 1 വർഷം. ഇത് 1 കിലോയുടെ ഒരു പാക്കറ്റാണ്. അതിൽ ഞാൻ ഈ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഒരു 1/4 ഭാഗം മാത്രമേ ഞാനത് ഉപയോഗിച്ചിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു 3/4 കിലോയോളം ഇനിയും ബാലൻസ് ഉണ്ട്. നല്ല കൊക്കോ പൗഡറാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മളിത് കളയുവാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട് എനിക്ക്. കാരണം അത്രയും വിലയുള്ളൊരു സാധനമാണ്. ഇതിൻ്റെ റേറ്റ് എത്ര? 612 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. അതിൻ്റെ 1/4 ഭാഗം മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കളയുന്നതിൽ നല്ല വിഷമമുണ്ട്. പിന്നെ ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ, കൊക്കോ പൗഡർ. ഇത് ഞാൻ ഇങ്ങനെ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ പരിചയത്തിൽ ഒരു ആൻറ്റി എനിക്ക് തന്നതാണ്. അവർക്ക് ചിലവില്ല. അപ്പോൾ പുള്ളിക്കാരൻ എനിക്കിത് തന്നതാണ്. ഫോസ്റ്റർ ക്ലാർക്സിൻ്റെ കൊക്കോ പൗഡർ. ഇതും ഡേറ്റ് കഴിഞ്ഞു. അപ്പം ഇതും നമ്മൾ കളയുവാണ്. ഭയങ്കര വിഷമമാണ് കേട്ടോ എനിക്കിത് കളയാനായിട്ട്. പക്ഷേ നമുക്കിത് അങ്ങനെ എടുത്ത് കസ്റ്റമറിന് ഇതിലെടുത്ത് കേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അത് എത്തിക്സിന് എതിരായൊരു കാര്യമാണ്. നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പം ഞാനിത് കളയുന്നതിന് ഭയങ്കര വിഷമമുണ്ട്. അപ്പം ഞാനും എൻ്റെ പിള്ളേരും കൂടെ ഇന്ന് പോയി ഞങ്ങൾ ഈ കേക്കിന് ബൾക്കായിട്ടൊന്നും ഞാൻ മേടിച്ചില്ല. അതായത് നാളെ ചെയ്യുന്ന കേക്കിന് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ മേടിച്ചുള്ളൂ. കാരണം ബൾക്കായിട്ട് വാങ്ങിക്കാത്തത് ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ കണ്ടിന്യൂസ് ഓർഡർ എങ്ങനെ ആയിരിക്കുമെന്നറിയത്തില്ല. എനിക്ക് അത്യാവശ്യം ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ നിർത്തിയ സമയത്ത് എല്ലാവരും ഞാനിങ്ങനെ അവർ ഒരുപാട് വട്ടം റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാൻ ചെയ്തു കൊടുത്തിട്ടില്ലായിരുന്നു. കാരണം ഒട്ടും ടൈമില്ല, നമ്മൾ എടുത്തിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ എൻ്റെ കസ്റ്റമർ എല്ലാം പോയി. അപ്പോൾ ഇനി ഒന്നേന്നും പറഞ്ഞ് അവരൊക്കെ വരണം. അതുകൊണ്ട് തന്നെ അവരൊക്കെ ഇനി എങ്ങനെയാണ് കേക്ക് ഓർഡർ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ കേക്ക് ഓർഡർ ഇനി കിട്ടുമോ ഇല്ലയോ എന്നറിയത്തില്ല. പക്ഷേ കിട്ടിയാലും ഇപ്പോഴും ഉള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ എനിക്ക് ലീവുള്ള ദിവസങ്ങളിൽ ഓർഡർ എടുത്തേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു വിഷയമുണ്ട്. ഇതിപ്പോൾ ഞാൻ ഈ ഓർഡർ എടുത്തത് തന്നെ നാളെ തൊട്ട് റംസാൻ അവധിയാണ്. അപ്പോൾ ചെയ്യാമെന്ന് കരുതി. അപ്പം ഞങ്ങൾ ഇന്ന് കുറച്ച് സാധനം പർച്ചേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ജസ്റ്റ്. എനിക്ക് പരീക്ഷ എളുപ്പമുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നാളെ കേക്ക് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ അപ്പോൾ ഇത് നമ്മുടെ വൈറ്റ് കോമ്പൗണ്ടാണ്, വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ടാണ്. ഡിസയറിൻ്റെ കമ്പനിയാണ്. അപ്പോൾ ഇത് വൈറ്റ് ചോക്ലേറ്റ് ആണ്, ഡിസയറിൻ്റെ കമ്പനി. നമുക്ക് 2 കേക്കാണ് ഓർഡർ കിട്ടിയേക്കുന്നത്. പിന്നെ ഡിസയറിൻ്റെ തന്നെ ഇത് ഡാർക്ക് ചോക്ലേറ്റ്. ഇത് 500 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. ഇത് രണ്ടും 500 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. പിന്നെ വാങ്ങിയിട്ടുള്ളത് മുട്ട. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് കൊക്കോ പൗഡർ. ഇതാണ് കൊക്കോ പൗഡർ. ഇത് 50 ഗ്രാമിന് 110 രൂപയാണ് 50 ഗ്രാമിൻ്റെ റേറ്റ്. സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിലെ കൊക്കോ പൗഡർ അത് എക്സ്പയർഡ് അല്ലായിരുന്നെങ്കിൽ എനിക്കത് മതിയായിരുന്നു. വീണ്ടും 110 രൂപ കൊടുത്ത് എനിക്ക് ഇത് മേടിക്കേണ്ടി വന്നു. പിന്നെ ഇത് ബേക്കിംഗ് പൗഡറാണ്. എൻ്റെ കയ്യിൽ നിന്ന് ബേക്കിംഗ് പൗഡറൊക്കെ അത് ഞാൻ വീട്ടിലല്ലാതെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ തീർന്നു. അപ്പോൾ ബേക്കിംഗ് പൗഡർ. പിന്നെ ഇത് ബേക്കിംഗ് സോഡ. പിന്നെ നമ്മൾ സ്പാനിഷ് ഡിലൈറ്റും പിന്നെ അടുത്ത ഒരു കേക്ക് അവർ ഏത് ഫ്ലേവറാണെന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഒന്ന് കൺഫേമായി സ്പാനിഷ് ഡിലൈറ്റ്. അപ്പം അതിനകത്തേക്ക് നമുക്ക് കോഫി വേണം. അപ്പോൾ അത് കോഫി. പിന്നെ ബൂസ്റ്റ്, പാക്കറ്റിലെ ബൂസ്റ്റ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ ആ കടയിൽ പോയപ്പോൾ വാനില എസൻസ് തീർന്നു പോയി, കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഐസ്ക്രീമിൻ്റെ എസൻസാണ് എടുത്തേക്കുന്നത്. വാനില എസൻസ് അല്പം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതും കൂടെ ഉപയോഗിക്കാൻ
അപ്പോൾ അത് തൽക്കാലം അത് മതിയാകും. ഇത് ക്രീമിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഐസ്ക്രീം എസൻസ്. പിന്നെ വാങ്ങിയിട്ടുള്ളത് മൈദ. ഞാൻ എപ്പോഴും കേക്ക് ഉണ്ടാക്കാനായിട്ട് എലൈറ്റിൻ്റെ മൈദയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. മറ്റത് ലൂസായിട്ട് മേടിക്കുന്ന എനിക്കത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഈ മൈദ എലൈറ്റിൻ്റെ മൈദയാണ് ഞാൻ എപ്പോഴും മേടിക്കുന്നത്. പിന്നെ നമ്മുടെ സൺഫ്ലവർ ഓയിൽ, നട്ട്സ്. ഇതവിടെ വേറെ നട്ട്സ് ഇല്ലായിരുന്നു, ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ബാക്കി നട്ട്സ് നാളെ എനിക്ക് പോയി മേടിക്കണം. നമ്മൾ വാങ്ങിയിട്ടുള്ളത് മിൽക്ക് മെയ്ഡ് ഞാൻ നേരത്തെയൊക്കെ വലിയ ടിന്നാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ തൽക്കാലത്തേക്ക് ആയതുകൊണ്ട് ഞാൻ ഇത് മാത്രമേ മേടിച്ചുള്ളൂ. മിൽക്ക് മെയ്ഡും പിന്നെ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ക്രീമിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. അത് പലർക്കും അറിയത്തില്ല. മിൽക്ക് മെയ്ഡാണ് നമ്മുടെ മെയിനായിട്ടും കേക്കിന് ടേസ്റ്റ് കൊടുക്കുന്ന സാധനം. അതേപോലെ നമ്മുടെ ഫില്ലിങ്സിൽ ഏതെങ്കിലും നല്ല ഫ്ലേവർ ക്രഷൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാ ഫ്ലേവർ കേക്കിനും അത് ചേരത്തില്ല. ഈ വൈറ്റ് ഫോറസ്റ്റ്, വാനില അങ്ങനത്തതിനൊക്കെ, പിന്നെ റെഡ് വെൽവെറ്റ്, ഇതിലൊക്കെ നമ്മൾ ക്രഷ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ നമ്മൾ ഇത്രയും സാധനമാണ് നമ്മളുടെ ഇപ്പോൾ തൽക്കാലം കേക്ക് ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇനി കുറച്ച് സാധനം അല്ലാതെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ നാളെ ഞാൻ ആ കേക്കിൻ്റെ റെസിപ്പി എന്തായാലും ചെയ്യുമ്പോൾ നിങ്ങൾക്കും കൂടെ ഞാനത് കാണിച്ചു തരാം. പിന്നെ കുറേ കേക്കിന് ടേസ്റ്റ് കൂട്ടുന്ന കുറച്ച് ടിപ്സൊക്കെ ഞാൻ അതിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം. നമുക്കപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം. അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ പറയടാ. ബൈ.